ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ആദ്യം തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. എൻ്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ അതെല്ലാം വിശദീകരിക്കാൻ കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഏത് സംഘഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇത് വെറുതെ പറയുക മാത്രമല്ല, അത് അവിടുന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിളിച്ചത്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ അസുല മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റതിൻ്റെ ഉദ്ദേശം വിദ്യാഭ്യാസം സർവ്വധനാൽ പ്രധാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനാണ്. അതിന് എനിക്ക് തൗഫീഖ് നൽകിയ അള്ളാഹു ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ മുൻഇമിൽ മുതഫദ്ദിൽ. സുഹൃത്തുക്കളെ, സമുദായത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ തന്നെ അടിസ്ഥാനമാണ് വിദ്യാഭ്യാസം. അള്ളാഹു തന്റെ ഖുർആനിലൂടെ ആദ്യമായി പറയുകയുണ്ടായിരുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. നബിയെ, താങ്കൾ വായിക്കുക, താങ്കൾ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക എന്നിവ ഖുർആനിക വചനം പോൽ നമ്മോട് പറയുന്നുണ്ട്. വിദ്യാഭ്യാസത്തെയും മഹത്വത്തെയും പ്രാധാന്യത്തെയും നൊബേൽ പുരസ്കാരം നേടിയ മലാല യൂസഫ്സായി ഐക്യരാഷ്ട്രസഭയിൽ ഒരിക്കൽ പറയുകയുണ്ടായിരുന്നു, ഒരു വിദ്യാർത്ഥിക്ക്, ഒരു അധ്യാപകന്, ഒരു പേനക്ക്, ഒരു പുസ്തകത്തിൽ തന്നെ ലോകം തന്നെ മാറ്റിമറിക്കാനാവും. സുഹൃത്തുക്കളെ, വിദ്യയിലൂടെ നാം കരസ്ഥമാക്കുന്ന പകുതിയിൽ ഒരംശം പോലും വിദ്യയിലല്ലാതെ നാം നേടിയെടുക്കാനാവില്ല. എന്നാൽ ആവശ്യമായ വിദ്യാഭ്യാസം നമുക്ക് നേടിയെടുക്കാനാവുന്നുണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയും. വാളുകൊണ്ടും രക്തം കൊണ്ടും കീഴടക്കിയ സാമ്രാജ്യങ്ങൾ ഇന്നും നിലനിന്നിട്ടുണ്ടോ? അതേസമയം അറിവും നിറവും കൊണ്ട് പ്രചരിച്ച ആശയങ്ങൾ ലോകത്തിൽ കാലാധിപത്യങ്ങളായി ഇന്നും നിലനിൽക്കുന്നു. കാരണം എന്താ? വിദ്യാഭ്യാസം കാരണം എന്താ? വാളുകൊണ്ടും മൃഗീയ പ്രവർത്തനങ്ങൾ മാത്രമാണ് പ്രചാരപ്പെടുന്നത്. എന്നാൽ തൂലിക കൊണ്ടും അറിവ് കൊണ്ട് പ്രചരിച്ച ആശയങ്ങൾ പ്രകാശം പരത്തുന്ന വിളക്കുകളാണ്. അജ്ഞതയും മന്ദതയും മനുഷ്യനന്മകളെ കാരണത്തിൽ തിന്നുമ്പോൾ അവയുടെ തടയിടാൻ നമ്മൾക്ക് മുമ്പിൽ ഉള്ളത് വിദ്യാഭ്യാസം മാത്രമാണ്. മിന്നുകൂടിയ സമ്പാദ്യങ്ങൾക്കും ബിസിനസ് സാമ്രാജ്യങ്ങൾക്കും കീഴടക്കാൻ അപ്പുറം വിദ്യയിലൂടെ നാം കരസ്ഥമാക്കാം. സുഹൃത്തുക്കളെ, ആധുനിക വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ഇവയ്ക്കൊന്നും ഇവിടെ കുറവില്ല. എന്നാൽ നമുക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നമുക്ക് നേടിക്കണമോ? വാല്യുബൽ എഡ്യൂക്കേഷൻ എന്ന് ഞാൻ പറയുന്ന മൂല്യമായ വിദ്യാഭ്യാസം നമുക്ക് ആർജിച്ച് സാധിക്കുന്നില്ല ഇല്ല എന്ന് ഞാൻ പറയും. കാരണം എന്താ? വിദ്യാഭ്യാസം കച്ചവട
കച്ചവട പഴിപ്പുകൊണ്ട് അസൂരക്കാലമാണിത്. വിദ്യാഭ്യാസം സർവതല പ്രധാനം എന്ന അതിമഹത്തായ വചനത്തെ വലിച്ചൊടിക്കുന്ന കാലമാണിത്. വിദ്യ എന്നത് ധനസ്രോതസ്സാക്കി മാറ്റിയ വിട്ടുകളുടെ കാലമാണിത്. സുഹൃത്തുക്കളെ, ആധുനിക മനുഷ്യൻ വിദ്യാഭ്യാസം കൊണ്ട് പറവയെ പോലെ ആകാശത്ത് പറക്കുകയും മീനിനെ പോലെ കടലിന്റെ അടിയിലൂടെ നീന്തുവാൻ സാധിക്കും. എന്നാൽ മനുഷ്യനെ പോലെ രണ്ടു കാലിൽ ഭൂമിയിൽ നടക്കാനാവില്ല. ഇത്രയും പറഞ്ഞ് എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ആദരവും ബഹുമാനമുള്ള എന്നിവ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അവയെ കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നല്ലോ ഇബ്ലീസ്. അവരെ അല്ലാഹു പുറത്താക്കി മഹാനായ ആദം അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ അവൻ വിസമ്മതിച്ചു. അതായിരുന്നു കാരണം. മാത്രമല്ല അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ഇതിൽ വളരെയേറെ പാഠമുണ്ട് നമുക്കത്. അതായത് അനുസരണം ഏറ്റവും ആവശ്യമാണെന്നും അതിനവനെ കൂട്ടാക്കാതവന് എത്ര ഉയർന്ന സ്ഥാനത്തിരുന്നാലും അവൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്നുമാണ് ഈ സംഭവത്തിൽ ഉണർത്തുന്നത്. ഇത്രയും പറഞ്ഞ് എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുണ്യങ്ങളുടെ പൂനിലാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എക്കാലത്തെയും പ്രതീക്ഷയാണ്. അവിടുത്തെ ദേഹവും ദർശനവും സ്പർശനവും എല്ലാം അനുഗ്രഹീതമാണ്. സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തിരികെ നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണ പുലർത്തണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. എങ്കിലേ ആകാശത്തിന്റെ അധിപൻ നമ്മളോട് സ്നേഹവും കരുണയും പുലർത്തൂ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ചെറിയ കുട്ടികളോട് സ്നേഹം പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു. മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു. വഴിയാത്രക്കാരെയും ദുർബലിനെയും അനാഥരെയും ചേർത്തു നിർത്തി. വഴിയാത്രക്കാരെയും സർവരും ആ തിരുശബ്ദത്തിൽ പ്രതീക്ഷ അർപ്പിച്ചു. ചെടികളും മരങ്ങളും പറവകളും മൃഗങ്ങളും സകല ജന്തുജാലം ചെടികളും മരങ്ങളും പറവകളും മൃഗങ്ങളും ആ തിരുസവിധത്തിൽ പരിഗണിക്കപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും സ്നേഹം പുലർത്തി. മനുഷ്യരോടെന്നല്ല, സകല ജന്തുജാലങ്ങളോടും പ്രകൃതിയോടും. അനാവശ്യമായി പ്രകൃതിയെ നശിപ്പിക്കരുത്. മരങ്ങൾ മുറിച്ചു മാറ്റരുത്. ചെറിയ ഇഴജന്തുക്കളെ പോലും കൊന്നുകളയരുത്. കടിയുറുമ്പാണെങ്കിൽ പോലും തീ വച്ച് നശിപ്പിക്കരുത്. മാതാവിന്റെ മുഖത്ത് നോക്കി ചേ എന്ന വാക്ക് പോലും പറയരുത്. ഇങ്ങനെ സ്നേഹത്തിന്റെ 1000 ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മാനിച്ചു. ശത്രുക്കളെ പോലും അവിടുന്ന് സ്നേഹിച്ചു. ഹിജ്റയുടെ 5-ാം വർഷം മക്കയിൽ നിലച്ച് ശക്തമായ ക്ഷാമം ബാധിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാനും നാടുകടത്താനും ശ്രമിച്ചവർ ആകെ പട്ടിണിയിലായ സന്ദർഭം.
മദീനയിൽ നിന്ന് വിവരം അറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരമാവധി ഭക്ഷ്യധാരകൾ ശേഖരിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് അവിടത്തെ ഒരു സഹാബിയെ പറഞ്ഞയച്ചു. മക്കയിൽ ചെന്ന് മക്കയിൽ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാൻ ആയിരുന്നു ഇത്. അംറു ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഈ ഭക്ഷ്യധാന്യങ്ങളുമായി മക്കയിലേക്ക് വരികയും ശേഷം ഈ ഭക്ഷ്യധാന്യങ്ങൾ അബൂ സുഫ്യാന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. കൊടിയ ശത്രുപക്ഷത്ത് നിൽക്കുമ്പോഴും അവരാരും പട്ടിണിയിടന്ന് ഭരിക്കരുത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു. അവരെ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിലും സ്നേഹിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയാണ്. സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, ഇസ്ലാം ലളിതമായ വിഷയത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തുണക്കട്ടെ, ആമീൻ. ഇസ്ലാം ലളിതവും സുന്ദരമായ മതമാണ്. ഇസ്ലാം സ്നേഹത്തിൻ്റെ മതമാണ്. ശത്രുക്കൾ പറയുന്ന പോലെ ഭീകരവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ മതമല്ല ഇസ്ലാം. ഈ മതത്തിൽ ബലാൽ ബഹറമില്ല. ഇസ്ലാം ഒരിക്കലും ബുദ്ധിമുട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. ഒരിക്കൽ അഷ്റഫ് സല്ലല്ലാഹു അലൈഹി വസല്ലവും അബൂ മൂസ അശഅരി റളിയല്ലാഹു അൻഹുവിനോടും മുആദ് ജബൽ റളിയല്ലാഹു അൻഹുവിനോടും പ്രബോധന ആക്കുന്ന അവസരത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രഭാഷണം ഉറപ്പിക്കുന്ന രീതിയിലാവരുത്. നിങ്ങളുടെ പ്രഭാഷണം നജലത്തിക്ക് അല്ലാസലമോ അലജകമോ ഉണ്ടാകരുത്. നിങ്ങളെല്ലാവരും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി പഠിപ്പിച്ചത്. ഇതിലൂടെ ബോധ്യമാകുന്നതാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും എത്രമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റമാണല്ലോ ശത്രുക്കളോട് പോലും എങ്ങനായോ എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് മദീന ചാരത്ത്. ലക്കും ദീനക്കും വലദീൻ എന്നാണല്ലോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പിന്നെ ആർക്കാണ് ഇസ്ലാം ഭാരമാകുന്നത്? പിന്നെ എങ്ങനെയാണ് ഇസ്ലാം വർഗീയത കുത്തിനച്ച് അനുഭവമാകുന്നത്? അത് ഇസ്ലാമിൻ്റെ വർഗീയക്കാണ് അഥവാ ഫാസിദത്തിനാണ്. അല്ല അങ്ങനെ വ്യക്തി തീർക്കുകയാണ്. ഇസ്ലാം വ്യാക്കുന്നുണ്ട്. ഇസ്ലാം സ്നേഹിച്ചതും മതസൗഹാർദ്ദം കച്ചവടക്കാരാണ്. അതിനവർ എന്തും ചെയ്യും. അതിലൊട്ട പ്രഭാഷണം വർഗീയ ശക്തികൾ മുതലെടുപ്പാകുന്നത്. അടിസ്ഥാന ആശയങ്ങൾ, പാരമ്പര്യ ചരിത്രങ്ങൾ, സന്ദർഭങ്ങളിൽ നിന്നും അതിർത്തി മാറ്റി അക്ഷരവായയുടെ വേറ്റ്നാക്കുകൾ വർഗീയ ശക്തികൾ ഇസ്ലാമിനെ ഇരയായിട്ട് കൊടുക്കുകയാണ്. ഓർമ്മപ്പെട്ട എൻ്റെ വാക്കുകൾ ഞാൻ ഇവരെ വിരാമി കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നിസ്കാരം എന്ന വിഷയത്തെ പറ്റി ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്താം ഇൻഷാ അല്ലാഹ്. ശാരീരിക ആരാധനകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം. ഇസ്ലാം കാര്യത്തിൽ രണ്ടാമത്തേതാണ് നിസ്കാരം. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. പ്രായബുദ്ധിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിം നിസ്കാരം നിർമ്മിതമാണ്. 7 വയസ്സായ കുട്ടികളോട് എല്ലാം നിബന്ധിച്ച് പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. 10 വയസ്സായ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക. ഇത് രക്ഷിതാക്കളുടെ കടമയാണ്. ആദ്യ സമയത്ത് തന്നെ എല്ലാവരും നിസ്കരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്കാരം അതിൻ്റെ സമയത്ത് വീട്ടിൽ പിന്തിക്കാവതല്ല. ഉറക്കവോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരില്ല. എന്നാൽ അതിനെ ഖളാ വീട്ടൽ വാജിബാണ്. നിസ്കാരം നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകണേ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുണ്യങ്ങളുടെ പൂനിലാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്കാലത്തെയും പ്രതീക്ഷയാണ്. അവിടുത്തെ ദേഹവും ദർശനവും സ്പർശനവും എല്ലാം അനുഗ്രഹീതമാണ്. സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് മുത്തുനബിയിലേക്ക് തിരികെ നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവനും കരുണ പുലർത്തണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. എങ്കിൽ ആകാശത്തിൻ്റെ അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹവും പുലർത്തുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചത്. കുഞ്ഞുങ്ങളെ മുത്തം വച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ ബാലപഠനം നമുക്ക് പഠിച്ചു തന്നു. പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു. മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു. വഴിയാത്രക്കാരനെയും
ദുർബലനെയും അനാഥരെയും ചേർത്ത് നിർത്തി സർവരും ആ തിരു ശബ്ദത്തിൽ പ്രതീക്ഷ അർപ്പിച്ചു. ചെടികളും മരങ്ങളും പറവകളും മൃഗങ്ങളും എല്ലാം ആ തിരു സവിധത്തിൽ പരിഗണിക്കപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും സ്നേഹം പുലർത്തി. മനുഷ്യരോടൊന്നല്ല, പക്ഷികളോടും മൃഗങ്ങളോടും സകല ജന്തുജാലങ്ങളോടും പ്രകൃതിയോടും. പ്രകൃതി അനാവശ്യമായി നശിപ്പിക്കരുത്, മരങ്ങൾ മുറിച്ച് മാറ്റരുത്, ചെറിയ ജന്തുക്കളെ പോലും കൊന്നുകളയരുത്, കടീർമാണെങ്കിൽ പോലും തീ വെച്ച് നശിപ്പിക്കരുത്. മാതാവിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ചേ എന്ന് പോലും പറയരുത്. ഇങ്ങനെ സ്നേഹത്തിന്റെ 1000 ബാലപാഠം മാനവ സമൂഹത്തിന് വേണ്ടി മുത്തുനബി സമ്മാനിച്ചു. ശത്രുക്കളെ പോലും അവിടുന്ന് സ്നേഹിച്ചു. ഹിജ്റയുടെ 5-ാം വർഷം മക്കയിൽ ശക്തമായ ക്ഷാമം ബാധിച്ചപ്പോൾ മുത്തുനബിയെ വധിക്കാനും നടക്കാനും ശ്രമിച്ചവരാകെ പട്ടിണിയിലായ സന്ദർഭം. മദീനയിൽ നിന്ന് വിവരമറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി ഭക്ഷ്യധാന്യങ്ങളും ശേഖരിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് അവിടുത്തെ ഒരു സഹാബിയെ പറഞ്ഞയച്ചു. മക്കയിൽ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാനായിരുന്നു അത്. അംർ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഈ ഭക്ഷ്യധാന്യങ്ങളുമായി മക്കയിൽ വരികയും ഈ ഭക്ഷ്യധാന്യങ്ങൾ ശേഷം അബൂ സുഫിയാന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. കൊടിയ ശത്രുപക്ഷത്തിൽ നിൽക്കുമ്പോഴും അവരാരും പട്ടിണി കിടന്ന് മരിക്കരുത് എന്ന് താല്പര്യമുണ്ടായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അവരെ പോലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്നേഹിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയാണ്. സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് ലോകമകാമാനം കൊണ്ടാടുന്ന ഈ സുന്ദര സുദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവിടുത്തെ കുറിച്ച് അല്പം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പരകോടി വിശ്വാസികളോട് ഹൃദയാന്തരം പ്രകാശം പൊയ്ക്കുന്ന പൂർണ്ണമയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ പ്രകൃതിനങ്ങൾ വാമൊഴിയായാലും വരമൊഴിയായാലും അടയാളപ്പെടുത്താൻ അന്ത്യനാൾ വരെ ഒരാൾക്കും സാധ്യമല്ല. അത്രത്തോളം പാരാവാരം പോലെ പരന്നു കിടക്കുകയാണ് മുത്തിന്റെ കീർത്തനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞല്ലോ, അങ്ങയുടെ കീർത്തനം ഉയർത്തിയിരിക്കുന്നു. അതെ, ആ കീർത്തന പൂർത്തീകരണം അസാധ്യം തന്നെ. അവിടുത്തെ സ്മരിക്കപ്പെടാത്ത ഒരു സമയവും ഇല്ലെന്നതാണ് സത്യം. സ്വലാത്തിന്റെ സ്വരാരാഗങ്ങൾ സദാ ഹബീബിന് സമ്മാനിക്കപ്പെടുമ്പോൾ ഒരു സെക്കൻഡും അവിടുത്തെ പുകഴ്ത്തതായില്ല. ആ മുത്തിന്റെ കീർത്തനങ്ങളിൽ നിന്നൊരു ചെറുതാൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിവർത്തി വാക്കുകൾ വിരാമം കുറിക്കാം. കള്ളിലും കാമക്കൂത്തിലും ലയിച്ച് കണ്ണിൽ കാണുന്നതിനെ മുഴുവൻ ആരാധിച്ച് അരുതൈ മക്കളിൽ മാത്രം ആനന്ദം കണ്ടെത്തിയിരുന്ന അജ്ഞരായ അധമ വിഭാഗം അതായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ അറബിയൻ ജനത. ഈ സമൂഹത്തിലേക്കാണ് മുത്തുനബിയുടെ യുഗപ്പിറവി സ്നേഹ സമീപനം കൊണ്ടും സഹന മനോഭാവം കൊണ്ടും സത്യത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണം കൊണ്ടും ഇസ്യകാലം കൊണ്ട് ആ അധമ വിഭാഗത്തെ സംസ്കാര സമ്പന്നരാക്കി എന്നുള്ളതാണ് മുത്തുനബിയുടെ ഏറ്റവും വലിയ വിജയം. പിറന്നത് പെൺകുഞ്ഞ് എന്നറിഞ്ഞാൽ നിർദ്ദയം ജീവനോടെ കുഴിച്ചു മൂടിയ കാട്ടാളന്മാർക്ക് മുമ്പിൽ 2 പെൺമക്കളെ വിദ്യ നൽകി വളർത്തി വലുതാക്കി പരലോകത്തെ പ്രതിഫലം കൂമ്പാരമുണ്ടെന്ന് സന്ദേശം എത്തിച്ച് അവിടുന്ന് അജ്ഞാന വെളിച്ചമകി സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വിത്തുകൾ പാകി വർണ്ണവിവേചനത്തെ പടുകെടുത്തി കറുകറുത്ത ബിലാൽ തങ്ങളെയും വെളുവെളുത്ത സൽമാൻ ഫാരിസി തങ്ങളെയും സഹോദരത്തിന്റെ ഒരൊറ്റ പൂമാലയിൽ കോർത്തു. അവിടുന്ന് രചിച്ച സുഹൃത്ത് വിപ്ലവം വിവരിക്കാനാവില്ല. വിമർശകരുടെ ആരോപണം നൂലാമാലയെ പോലെ വാളുകൊണ്ടല്ല അവിടുന്ന് പരിശുദ്ധ ദീനെ പടിപടിയായി ഉയർത്തിയത്.
മറിച്ച് ഉത്കൃഷ്ടവും വരിഷ്ഠവുമായ സ്വഭാവത്തിലുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, നബിയെ അങ്ങ് വിശിഷ്ട സ്വഭാവത്തിന് ഉടമയാണെന്ന്. അവിടുത്തെ സഹന സമീപ്യം കണ്ട്, സ്നേഹവൈപ്യം കണ്ട് എത്ര പേരാണ് ഇസ്ലാം പുൽകിയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയിൽ എന്നും മലിനമാക്കുന്ന ഒരു ജൂത സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ പതിവ് ദർശിക്കാത്തപ്പോൾ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനെ അന്വേഷിച്ചു. രോഗാവസ്ഥയിലാണെന്നറിഞ്ഞു, സന്ദർശിച്ചു, രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ അത്ഭുതപ്പെട്ടു. ഞാൻ ഇദ്ദേഹത്തെയാണോ ഇത്ര നാൾ ബുദ്ധിമുട്ടിച്ചത്? ആ സ്വഭാവ മഹിമ കണ്ട ജൂത സ്ത്രീ ഉടനെ ഇസ്ലാം പുൽകി. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. ബോധന വശികൾ കല്ലുകളും മുള്ളുകളും കനൽ ചീളുകളും ഒന്നൊന്നായി പതിച്ചപ്പോൾ അവിടുത്തെ സഹിച്ച സാനത്തിന്റെ പ്രതിഫലങ്ങളാണ് അന്നും ഇന്നും എന്നും ഇസ്ലാമിന്റെ വിജയരഹസ്യം. അതുകൊണ്ട് നമുക്ക് സത്യസരണ്യെ സമ്മാനിച്ച മുത്തിനെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നിങ്ങളുടെ മാതാപിതാ സന്താനത്തെക്കാളും മറ്റെല്ലാത്തിനേക്കാളും എന്നെ സ്നേഹിക്കുന്നവരിൽ ആരും പരിപൂർണ വിശ്വാസികളാവില്ല എന്നാണല്ലോ അവിടുന്ന് തന്നെ പഠിപ്പിച്ചത്. ഈ മഹിമയി മുത്ത് അന്വർത്ഥമാക്കിയാണ് സ്വഹാബത്തും താബീങ്ങളും ജീവിതത്തിൽ തെളിഞ്ഞത്. അമുത്തിനെ സ്നേഹിച്ചും പ്രകീർത്തിച്ചും അവിടുന്ന് കാട്ടിയ മികച്ച പാതയിൽ ഗമിച്ചും നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.